ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന നൂഡിൽസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യുന്നത്. ഈസിയാണ് ഉണ്ടാക്കാൻ. ഇതുപോലെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ നൂഡിൽസ് വെച്ചിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു പീസ് നൂഡിൽസാണ് വേവിച്ചെടുക്കുന്നത്. നൂഡിൽസ് ആദ്യം ഒന്ന് വേവിച്ചിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് തണുത്തോട്ടെ. ആ സമയം കൊണ്ട് 3 മുട്ടയിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 2 ടേബിൾ സ്പൂണോളം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും എരിവിനായിട്ട് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 ടേബിൾ സ്പൂണ് മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നൂഡിൽസിൻ്റെ അകത്തുള്ള ആ ഒരു മസാലയും പിന്നെ കുറച്ച് മാത്രം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നൂഡിൽസിൻ്റെ മസാലയിലൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇതിലേക്ക് ഞാൻ വേവിച്ചിട്ടുള്ള നൂഡിൽസ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഈ മുട്ടയുടെ കൂട്ടും നൂഡിൽസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആദ്യം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടറോ ഓയിലോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നാൽ പാനിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസിൻ്റെയും മുട്ടയുടെയും കൂട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ആവുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. ഒരു 10 മിനിറ്റൊക്കെ മതി നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് മുകൾ ഭാഗവും കൂടി ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അതിനായിട്ട് പൊട്ടിപ്പോകണ്ടെന്ന് കരുതിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകൾ ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ പാനിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് അങ്ങനെ വെച്ചാൽ പിന്നെ നമുക്ക് മുകൾ ഭാഗം കൂടി ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്കിത് ചൂടോട് കൂട്ടിയിട്ട് കഴിക്കാം. നൂഡിൽസും മുട്ടയൊക്കെ അതുകൊണ്ട് തന്നെ ചൂടോടെ കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. കുട്ടികൾക്കാണെങ്കിൽ നൂഡിൽസ് വെറുതെ വെള്ളത്തിൽ വേവിച്ച് കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസും മുട്ടയൊക്കെ കൂടിയിട്ട് അവർ കഴിച്ചോളും. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.